ഗൈസ് UAE ടൂറിസ്റ്റ് വിസ റിന്യൂവൽ ഒമാനിൽ പോയിട്ട് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഹലോ ഗൈസ്, ദുബായ് വന്നിട്ട് 2 മാസം പോയതറിഞ്ഞു. ഇപ്പോൾ ഒരു ഓപ്ഷൻ ഉള്ളത് റിന്യൂ ആക്കാന്നുള്ളതാണ്. ഓപ്ഷൻസ് കുറേ ഉണ്ട്. അപ്പോൾ ബെസ്റ്റ് ഓപ്ഷനായി ഞാൻ ചൂസ് ആക്കിയ ട്രാവൽ പാർട്ണർ ബിർമാൻ ട്രാവൽ ആൻഡ് ടൂറിസം. വിസ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ബെസ്റ്റ് ഓപ്ഷനിൽ ബെസ്റ്റ് പ്രൈസിൽ റെഡി ആക്കി തരും. കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വിസ റിന്യൂ ആക്കാനായി നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ആയിക്കും. എയർപോർട്ട് പ്രൊസീജിയേഴ്സ് എല്ലാം എങ്ങനെയാണെന്ന് അറിയുന്നതുകൊണ്ട് നമുക്ക് ബൈ റോഡ് ഒമാൻ പോയി നോക്കാം. ഡോക്യുമെന്റ്സ് ആയിട്ട് പാസ്പോർട്ട് ഒന്നിച്ച് ഒമാൻ വിസിറ്റും എക്സിറ്റ് വൗച്ചറും വേണം. അപ്പോൾ ADCB മെട്രോ സ്റ്റേഷൻ്റെ അടുത്ത് ഞാൻ ബസ്സിന്റെ പിക്കപ്പ് പോയിന്റ്. അങ്ങനെ അടുത്ത ബസ്സും കയറി കഴിഞ്ഞപ്പോൾ ഞാൻ കിടന്നിട്ട് ഇറങ്ങി. പിന്നെ ബസ് നിർത്തിയിട്ടാണ് ഞാൻ അണിച്ചത്. ബോർഡറിന് കുറച്ച് മുമ്പുള്ള സ്ഥലത്ത് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടവർക്ക് കഴിക്കാന്ന് പറഞ്ഞിട്ട് ബസ് നിർത്തി. അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് ബസ് വിട്ടു ബോർഡറിലേക്ക്. ഹത്താ ബോർഡറിലാണ് അമ്മ ഇന്ന് പോകുന്നത്. ബോർഡറിൽ ക്യാമറ അലൗഡ് അല്ലാതെ വീഡിയോ ഒന്നും എടുക്കാൻ. എയർപോർട്ട് പോലെ തന്നെയാണ് പ്രൊസീജിയേഴ്സ്. ഒരു വലിയ കോമ്പൗണ്ടിനുള്ളിൽ ദുബായ് എന്നുള്ള ഡിപ്പാർച്ചർ ഇമിഗ്രേഷനും ഒമാന്റെ അറൈവൽ ഇമിഗ്രേഷനും പിന്നെ കസ്റ്റംസ് ക്ലിയറൻസും. ആടുന്ന പാസ്പോർട്ടിൽ ദുബായ് എക്സിറ്റ് സീലും ഒമാൻ എൻട്രി സീലും കിട്ടി. അങ്ങനെ ഒഫീഷ്യലി എൻറ്റേർഡ് ടു തേർഡ് കൺട്രി അതർ ദാൻ ഇന്ത്യ. ഹത്താ ബോർഡറിന്റെ അടുത്ത് തന്നെയുള്ള അൽബാജാജ് എന്നുള്ള സ്ഥലത്തേക്കാണ് അന്നിട്ട് നമ്മൾ പോയത്. അൽഹംദുലില്ലാ അടുത്ത് തന്നെ പള്ളി ഉണ്ടായി. ദുബായിൽ നിന്ന് കുറേ ആൾ ചെല്ലുന്നുണ്ടായി. ഒമാൻ വിസിറ്റ് റിന്യൂ ആക്കാൻ പോകുമ്പോൾ അവിടെ ഫുഡൊന്നും കിട്ടില്ല, ഗ്രോസറീസ് ഒന്നും കിട്ടില്ല. ഓറലിലേക്ക് പോയതാണോ. ഇവിടെ റെസ്റ്റോറന്റും ഗ്രോസറീസും എല്ലാം ഉണ്ട്. അപ്പോൾ 1 ടൈം കോംപ്ലിമെന്ററി മീലും ഉണ്ടായി. അപ്പോൾ നമുക്ക് അക്കോമഡേഷൻ എങ്ങനെയുണ്ടെന്ന് പോയി നോക്കാം. ഡോർമെറ്ററി ടൈപ്പ് റൂമാണ്, വൈഫൈ ഉണ്ട്. വിസ റെഡി ആവളെ സ്റ്റേ ആക്കാനല്ല അൽഹംദുലില്ലാ ഖൈർ. പിന്നെ ഞാൻ പോയ സൺഡേ ആയതുകൊണ്ട് 1 നൈറ്റ് സ്റ്റേ ആക്കേണ്ടി വരും. വിസ പ്രോസസിംഗ് കാര്യങ്ങളെല്ലാം ബാക്കി നാളെ ഇടാം. ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക.